ഹലോ IF ആണ് റൈസ്. എങ്ങനെയുണ്ട് നിങ്ങളെ നീറ്റിന്റെ പ്രിപ്പറേഷൻ ഒക്കെ? അടിപൊളിയായിട്ട് പോകുന്നില്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, MCQs ചെയ്യേണ്ട സമയമാണ്. നിങ്ങളെ കയ്യിൽ ഒരുപാട് തിയറി ഉണ്ട്, അത് വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് റിലേറ്റഡ് MCQs ചെയ്യുക. പുതിയ ടോപ്പിക്സിലേക്ക് ഇനി പഠിക്കാൻ നിൽക്കണ്ട. പെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള MCQs ചെയ്ത് പഠിക്കുക. അപ്പൊ n നമ്പർ ഓഫ് MCQs പ്രാക്ടീസ് ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുന്ന കുട്ടികളായിരിക്കും. അപ്പൊ ആ എഴുതുന്ന സമയത്ത് എങ്ങനെയാണോ നിങ്ങൾ നീറ്റ് എക്സാം എഴുതാൻ നിങ്ങൾ നേരിടുന്നത്, ആ ഒരു രൂപത്തിൽ തന്നെ വേണം, ആ ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ട് കണ്ടിട്ട് വേണം നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ എഴുതാൻ. അപ്പൊ നമുക്ക് ഈ സെഷനിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മളെ കഴിഞ്ഞ നീറ്റ് എക്സാമിനൊക്കെ ചോദിച്ച ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ചില ചാപ്റ്റേഴ്സിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ സെഷനിൽ ചെയ്തെടുക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ബീങ് ഡ്രൈവൺ ടു എക്സ്റ്റിങ്ഷൻ? എക്സ്റ്റിങ്ഷൻ നമുക്കറിയാം ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണമായിട്ടുള്ള എവിൾ കോട്ടിന് 4 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ സ്പീഷീസ് എക്സ്റ്റിങ്ഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസ്, ബയോഡൈവേഴ്സിറ്റി ലോസിന് കോസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റും. അല്ലെ, ഡീഫോറസ്റ്റേഷൻ ഒക്കെ ഭാഗമായിട്ടുള്ള ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. അതുപോലെ നമുക്ക് സിക്കിൾഡ് ഫിഷസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നൈൽ പർച്ച് സിക്കിൾഡ് ഫിഷസിന്, അല്ലെ 2000-ലധികം സിക്കിൾഡ് ഫിഷസ് വിക്ടോറിയ ലേക്കിൽ നിന്നും നശിച്ചു. അത് ഏലിയൻ സ്പീഷീസ് ഇൻവേഷന്റെ ഭാഗമാണ്. ആ പോയിന്റ് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് ഇൻസിറ്റു കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി? നോട്ട് എ മെത്തേഡ്. അപ്പൊ നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ആ നോട്ട് എന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കണം. അപ്പൊ ഇൻസിറ്റു കൺസർവേഷനിൽ എല്ലാത്തത് ഏതാണെന്നാ ചോദിച്ചത്. എന്താ ഇൻസിറ്റു കൺസർവേഷൻ? മൃഗങ്ങൾ അവരെ ഇതിൽ തന്നെ അവരെ അറ്റ്മോസ്ഫിയറിൽ അവർ ജീവിക്കുന്നു. മൊത്തം ഏരിയ ചിലപ്പോൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് ഏരിയാസിൽ അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ അവർ തന്നെയാണ് കഴിക്കുന്നതും അവർ തന്നെയാണ് എല്ലാം ജീവിക്കുന്നതും. അങ്ങനെയുള്ള കോൺസർവേഷൻ ആണ് ഇൻസിറ്റു, ദാറ്റ് ഈസ് ഓൺ സൈറ്റ് കോൺസർവേഷൻ എന്നാ പറയാ. നമ്മുടെ ഇൻസിറ്റു കോൺസർവേഷൻ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മളെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസും അതുപോലെ നാഷണൽ പാർക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെയാണെങ്കിൽ എക്സിറ്റു കൺസർവേഷനുള്ള ഏതെങ്കിലും എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ടോ? അതായിരിക്കുമല്ലോ ആൻസർ. ഓഫ് സൈറ്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ പോലത്തെ, സുവോളജിക്കൽ പാർക്ക് പോലത്തെ. യെസ്, എക്സിറ്റു കൺസർവേഷന്റെ ഭാഗം ഓഫ് സൈറ്റിന്റെ ഭാഗമായിട്ടുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ടല്ലോ, അത് നമ്മളെ കൺട്രോളിലാണല്ലോ, ചെറിയൊരു ഏരിയയിൽ. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് നീറ്റിന് 1, 2, 3, 4 എന്നുള്ള രൂപത്തിലാണ് ഓപ്ഷൻസ് ഉണ്ടാവുക. ഞാനിവിടെ ABCD എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ചേഞ്ച് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കൊമേഴ്ഷ്യൽ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ്? മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ 3 പോയിന്റ് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോവണ്ട. ഒന്ന് നമ്മളെ സൈക്ലോസ്പോറിൻ എ, ബയോആക്റ്റീവ് മോളിക്യൂൾ. ഒന്ന് നമ്മളെ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റാറ്റിൻ. അതുപോലെ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസ്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ പേഷ്യൻസിൽ ക്ലോട്ട് ബസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന നമ്മുടെ സ്ട്രെപ്റ്റോകൈനേസ്. ഈ 3 ആൾക്കാരെ കുറിച്ച് പഠിക്കാതെ നിങ്ങൾ പോവണ്ട. എന്തായാലും ഈ 3 പോയിന്റ് ഒരു ക്വസ്റ്റ്യൻ നമ്മളെ നീറ്റ് എക്സാമിന് ചോദിക്കും. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മളെ സ്റ്റാറ്റിൻ ആണ്. സ്റ്റാറ്റിൻ, ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. മൊണാസ്കസ് പെർപ്യൂരിയസിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സ്റ്റാറ്റിൻ. ഓക്കെ, ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ചോദിച്ചാൽ സൈക്ലോസ്പോറിൻ എ. ക്ലോട്ട് ബസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് സ്ട്രെപ്റ്റോകൈനേസ്. ലിപ്പേസ് നമുക്കറിയാം. ലിപ്പേസ് നമ്മൾ ഡിറ്റർജൻസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അവർ ഓയിൽ സ്റ്റെയിൻ റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇൻഡസ്ട്രീസിലൊക്കെ ലിപ്പേസ് യൂസ് ചെയ്യുന്ന ഡിറ്റർജന്റിൽ. ഓക്കെ, സോ നെക്സ്റ്റ് മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ, ലാക്ടോബാസിലസ്. എന്താ ലാക്ടോബാസിലസ്? ലാക്ടോബാസിലസ് അസിഡോഫിലസ്. അവർ പാലിനെ തൈരാക്കി മാറ്റുന്നത്. മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റ്, അല്ലെ? ജീവിതത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള മൈക്രോബ്സ് മാത്രം പഠിക്കുന്ന ചാപ്റ്റർ അല്ലേ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. അപ്പൊ ലാക്ടോബാസിലസ് നമുക്ക് പാലിനെ കറണ്ട് തൈരാക്കി മാറ്റുന്നു. അപ്പൊ 2 കൊടുക്കാം. സെക്കാരോമൈസിസ് സെർവീസിയ ഈസ്റ്റ് ആണ്, ഫംഗസ് ആണ്, ഈസ്റ്റ് ആണ്. ബേക്കേഴ്സ് ഈസ്റ്റ്, ബ്രൂവേഴ്സ് ഈസ്റ്റ്, ടോഡി പോലെ, അല്ലെ? എത്തനോൾ കള്ളിലും ഉണ്ട്. അതുപോലെ ബേക്കറി ഈസ്റ്റ്, ദാറ്റ് ഈസ് ബ്രെഡിലും ഉണ്ട്. അപ്പൊ ഇവിടെ ബ്രെഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 4. ആസ്പെർജില്ലസ് നൈഗർ എ, CA കാരൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. സിട്രിക് ആസിഡ്. ആസ്പെർജില്ലസ് പറഞ്ഞ ഫംഗൽ മൈക്രോബിനെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇൻഡസ്ട്രീസിലെ സിട്രിക് ആസിഡ്, അല്ലെ? CA സിട്രിക് ആസിഡ്. 3. അസറ്റോബാക്ടർ, അസറ്റി, ആ പേരിൽ തന്നെയുണ്ട്. അസറ്റിക് ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്ന മൈക്രോബാണ് അസറ്റോബാക്ടർ. അസറ്റി ഒരു ബാക്ടീരിയൽ മൈക്രോബാണ്. അസറ്റോബാക്ടർ അസറ്റി. 5. ഇനി ബ്യൂട്രിക് ആസിഡ് ആണെങ്കിലോ ക്ലോസ്ട്രിഡിയം ബ്യൂട്ടിലിക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പൊ നമുക്ക് ഏതാണ് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുക? 2, 4, 3, 5. 2, 4, 3, 5. സോ 2, 4, 3, 5. ബി ഈസ് ദ റൈറ്റ് ആൻസർ. സെക്കൻഡ് ആണ് അവിടെ നമുക്ക് റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരിക. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാലോ, ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾ ബിക്കോസ് കൂട്ടിച്ചേർക്കണം. ഈ അസേർഷൻ്റെ കൂടെ ബിക്കോസ് കൂട്ടിച്ചേർക്കണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഒരു ലാരിങ്സ് സൗണ്ട് ബോക്സ് ആണെന്ന് അസേർഷൻ തന്നു. കറക്റ്റ് ആണ്, ലാരിങ്സ് സൗണ്ട് ബോക്സ് ആണ്. അതിന് റീസൺ കൊടുത്തത് അവർ സൗണ്ട് പ്രൊഡക്ഷനും വേണ്ടിയിട്ട് അതിൽ വോക്കൽ കോഡ്സിന്റെ പ്രസൻസ് ഉണ്ട്. സൗണ്ട് പ്രൊഡക്ഷൻ ആണ് അവരുടെ ഫംഗ്ഷൻ.
അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ 1 ആണ്. ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. സൗണ്ട് പ്രൊഡക്ഷൻ ആണ് അവരെ ഫംഗ്ഷൻ ആയതുകൊണ്ട് അല്ലേ അവരെ ലാരിങ്സിനെ സൗണ്ട് ബോക്സ് എന്ന് വിളിക്കുന്നു. അപ്പൊ ബിക്കോസ് ഉള്ളത് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ 1 ആണോ 2 ആണോ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. എന്താണ് അസേഷൻ? ബയോ ഫെർട്ടിലൈസേഴ്സ് ആർ ഓർഗാനിസം ദാറ്റ് ഡിക്രീസ് ദ ന്യൂട്രിയൻ ക്വാളിറ്റി ഓഫ് സോയിൽ. ബയോ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ അല്ലേ നമ്മൾ അറ്റ്മോസ്ഫിയറിക് നൈട്രജനും ഫോസ്ഫറസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. സെർട്ടൺ സൈനോ ബാക്ടീരിയ, ഫംഗസും അതുപോലെ ബാക്ടീരിയാസ് ഒക്കെ അത് അവർ ന്യൂട്രീഷ്യൽ ക്വാളിറ്റി കൂട്ടുകയാണ് ചെയ്യുക. മണ്ണിന്റെ ഒക്കെ അല്ലെ സോയിലിന്റെ ഒക്കെ ന്യൂട്രീഷ്യൽ ക്വാളിറ്റി അല്ലെങ്കിൽ പ്ലാന്റ്സിന് കിട്ടുന്ന ന്യൂട്രീഷ്യൽ ക്വാളിറ്റി കൂടുകയാണ് ചെയ്യുക, ഡിക്രീസ് അല്ല. അപ്പൊ അസേഷൻ തെറ്റാണ്. എന്താണ് റീസൺ? ദ മെയിൻ സോഴ്സ് ഓഫ് ബയോ ഫെർട്ടിലൈസർ ഞാൻ പറഞ്ഞു സൈനോ ബാക്ടീരിയസ് അല്ലെ. അനബിന, നോസ്റ്റോക്, ഓക്സിലേറ്റ് പോലത്തെ സൈനോ ബാക്ടീരിയാസ് ഉണ്ട്. അതുപോലെ റൈസോബിയം പോലത്തെ ബാക്ടീരിയാസ് ഉണ്ട്. ഫ്രീലി ലിവിംഗ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയകൾ കേട്ടിട്ടുണ്ടാവും. അസറ്റോ ബാക്ടീരിയ, അസോസ്പൈറലം, അതുപോലെ ഗ്ലോമസ് ജീനസ് അല്ലെ, ഒരു ഫംഗൽ ജീനസിൽപ്പെട്ട ഒരു ഗ്ലോമസ്. ഇവർ ഫോസ്ഫറസ് കൊടുക്കാറുണ്ട്. ശരിയല്ല. അപ്പൊ ന്യൂട്രീഷ്യൽ ക്വാളിറ്റി കൂടാറുണ്ട് പ്ലാന്റ്സിന്റെ. സോ നമുക്ക് റീസൺ ഇവിടെ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണ് അല്ലേ. ദ മെയിൻ സോഴ്സ് ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ് ആർ ബാക്ടീരിയ, ഫംഗൈ ആൻഡ് സൈനോ ബാക്ടീരിയ. അപ്പൊ അസേഷൻ തെറ്റാണ്, അസേഷൻ ഫാൾസ് ആണ്, റീസൺ ട്രൂ ആണ്. സോ ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ഓപ്ഷൻ, ദാറ്റ് ഈസ് ഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. വിച്ച് വൺ ഓഫ് ദി following commonly sexually transmitted disease is completely curable when detected early and treated properly? കഴിഞ്ഞ വർഷം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മളെ നീറ്റ് എക്സാമിന്. നമുക്കറിയാം എച്ച് വെച്ചിട്ടുള്ള ഒരു ട്രിക്ക് ഉണ്ട്. ഏതാണ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ലാത്തത്? പെർമനന്റ്ലി അവരെ ക്യൂറബിൾ ആക്കാൻ പറ്റൂല, നിലനിർത്തി കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അത് എച്ചുകളാണ്. ഒന്ന് HIV ഇൻഫെക്ഷൻ, എയ്ഡ്സ്. അടുത്ത എച്ച് ഹെർപ്പിസ് ജെനൈറ്റൽ ഹെർപ്പിസിൽ എച്ച് ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബിയിൽ എച്ച് ഉണ്ട്. ഇവർ കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല, നോൺ ക്യൂറബിളാ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഏർലി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂറബിൾ ആക്കാൻ പറ്റും. അപ്പൊ ഈ 3 ആൾക്കാർ അല്ലാത്ത ഓപ്ഷൻ ഏതാണുള്ളത്? നമ്മളെ നൈസീരിയ ഗൊണേറിയ എഫക്ട് ചെയ്യുന്ന ഗൊണേറിയ എന്ന് പറഞ്ഞ ഡിസീസ് ഉണ്ട്. സോ ഓപ്ഷൻ ബി 2 ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. അപ്പൊ എച്ച് ട്രിക്ക് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഹോർമോൺ റിലീസിംഗ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. നമ്മൾ IUDs നമ്മൾ ഏതൊക്കെ പഠിച്ചിട്ടുണ്ട്? ഏതൊക്കെയാ? നോൺ മെഡിക്കേറ്റഡ് അല്ലെ. ലിപ്പസ് ലൂപ്പും നിങ്ങൾ പഠിച്ചിട്ടില്ല. ലിപ്പസ് ലൂപ്പ് ഒക്കെ നോൺ മെഡിക്കേറ്റഡിലാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോപ്പർ റിലീസിംഗ് IUDs നിങ്ങൾ പഠിച്ചിട്ടില്ല. കോപ്പർ റിലീസിംഗ് IUDs കോപ്പർ T, കോപ്പർ 7, മൾട്ടി ലോഡ് 375 എന്നൊക്കെ. ഹോർമോൺ റിലീസിംഗ് IUD ഏതൊക്കെയാ? പ്രൊജസ്റ്റാസേർട്ടും LNG-20 ഒക്കെയാണ് അല്ലെ. ഹോർമോൺ റിലീസ് ചെയ്തുകൊണ്ട് അവര് ആ ഒരു ഫെർട്ടിലൈസേഷൻ ഒക്കെ അവർ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ദാറ്റ് ഈസ് പ്രൊജസ്റ്റാസേർട്ട്, LNG-20 ഇവരാണ് ഹോർമോൺ റിലീസിങ്. ചിലപ്പോൾ പ്രൊജസ്റ്ററോൺ ഹോർമോൺ അവർ റിലീസ് ചെയ്യും അല്ലെ, ആർട്ടിഫിഷ്യൽ ആയിട്ട് അല്ലെ ആ ഒരു ഡിവൈസിൽ നിന്നും റിലീസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ പ്രൊജസ്റ്ററോൺ ഈസ്ട്രജൻ കോമ്പിനേഷൻ ആയിരിക്കും. സോ ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. കാരണം ലിപ്പസ് ലൂപ്പ് ഒക്കെ നോൺ മെഡിക്കേറ്റഡ് ആണ്. ഇത് നമ്മൾ ഏതാണ്? മൾട്ടിലോഡ് 375 കോപ്പർ റിലീസിംഗ് ആണ്. ഇത് കോപ്പർ റിലീസിംഗ് ആണ്, ഇത് ഹോർമോൺ റിലീസിംഗ് ആയിരുന്നു. പക്ഷേ 2 ഓപ്ഷൻ ഉള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. വോൾട്ട് നമുക്കൊരു ബാരിയർ ആണ് അല്ലെ, സെർവൈക്കൽ വോൾട്ട് ഒക്കെ ബാരിയർ മെത്തേഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഫീമെയിൽസിലൊക്കെ. അതുപോലെ LNG-20 ഹോർമോൺ റിലീസിംഗ് ആണ്, പക്ഷേ വോൾട്ട് അല്ല. സോ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. നെക്സ്റ്റ്, മാത്സ് ഓഫ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നിന്ന്. എന്താ ഗിഫ്റ്റ്? ഗാമറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഗിഫ്റ്റ്, സമ്മാനം. ആർക്കാ സമ്മാനം കൊടുക്കല്? അമ്മയ്ക്ക് ഗാമറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അപ്പൊ അമ്മക്കൊരു സമ്മാനം ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ഇൻവൈവോ ഫെർട്ടിലൈസേഷൻ ആണ്, അമ്മന്റെ ബോഡിക്കുള്ളിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. സോ വുമൺ ഹൂ കനോട്ട് പ്രൊഡ്യൂസ് ഓവം, അപ്പൊ അമ്മക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം. അങ്ങനെ ചിന്തിച്ചാൽ പോരെ. അപ്പൊ A1 തന്നെയാണ്, A1 വരണം. അപ്പോഴേ നമുക്ക് ഓപ്ഷൻ കിട്ടി. ഇവിടെ 1 അല്ല. അപ്പൊ ഓപ്ഷൻ ഏതാന്ന് കിട്ടി. നമുക്ക് അതിലേക്ക് അടുത്തതിലേക്ക് പോയി നോക്കാം. അടുത്ത സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. അപ് ടു 8 ബ്ലാസ്റ്റോമിയസ് ആണെങ്കിൽ നമ്മൾ ഫലോപ്പിയൻ ട്യൂബിന്റെ ഭാഗത്തേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക, എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുക. ദാറ്റ് ഈസ് സൈഗോട്ട് ഇൻട്രാ ഇൻവിട്രോ ഫെർട്ടിലൈസേഷന്റെ ഭാഗമാണ്. ടെസ്റ്റ് ട്യൂബ് ബേബി ആണ് അല്ലെ. മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയർ ആണെങ്കിൽ IUT ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. യൂട്രസിന്റെ ഭാഗത്തേക്കാണ്. സോ 3 വരും. അടുത്തത് AI. എന്താ AI? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണോ സാറേ? എന്താ AI ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലേ. ചില ആൾക്കാർക്ക് ലോ സ്പേം കൗണ്ട് ഒക്കെയാണ് ഉണ്ടാവുക, ശരിയല്ലേ? അങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ മെൻ വിത്ത് ലോ സ്പേം കൗണ്ട് ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേറ്റ് ചെയ്യാറുണ്ട് അല്ലേ. മെയിലിന് സ്പേം പ്രൊഡക്ഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ കഴിയുന്നില്ല, അപ്പം ആർട്ടിഫിഷ്യൽ ഇൻസെമിനേറ്റ് ചെയ്യാറുണ്ട്. എന്താണ് അടുത്തത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ലബോറട്ടറിയിൽ നമ്മളെ സ്പേമിന് ചിലപ്പോൾ മോട്ടിലിറ്റി പവർ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഈ സ്പേമിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഓവത്തിന്റെ സൈറ്റോപ്ലാസ്മിക് സ്പേസിലേക്ക് ഇൻജെക്ട് ചെയ്യുന്ന മെത്തേഡാണ്. അത് ഇൻവിട്രോ ആണ്, ലബോറട്ടറി മെത്തേഡാണ്. ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻജെക്ഷൻ, ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ഓഫ് സ്പേം ഡയറക്ട്ലി ഇൻ ടു ദി ഓവം. ദാറ്റ് ഈസ് നമുക്ക് അല്ലേ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നമുക്ക് 3 പറയാം. യെസ്, നമ്മളെ
ഓപ്ഷൻ നമുക്ക് ഏതാ കൊടുക്കാൻ പറ്റുക? 1 ഈസ് എ റൈറ്റ് ഓപ്ഷൻ അല്ലേ. ഗിഫ്റ്റ് നമുക്ക് ഏത് പറയാൻ പറ്റും? ഗിഫ്റ്റ് നമുക്ക് സമ്മാനം കൊടുത്തു, അമ്മയ്ക്ക് സമ്മാനം കൊടുത്തു. സിഫ്റ്റ് സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ നമുക്ക് 3 ടെസ്റ്റ് ട്യൂബ് ബേബി പറയാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നമുക്ക് മെൻ വിത്ത് ലോ സ്പേം കൗണ്ട് ദാറ്റ് ഈസ് 4 പറയാൻ പറ്റും. ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ നമുക്ക് 2 പറയാൻ പറ്റും. സോ ഓപ്ഷൻ 1 ഈസ് എ റൈറ്റ് ആൻസർ. യെസ്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെക്രീറ്റ്സ് ദ ഹോർമോൺ റിലാക്സിൻ ഡ്യൂറിംഗ് ദ ലേറ്റർ ഫേസ് ഓഫ് പ്രഗ്നൻസി? എന്താ റിലാക്സിൻ അല്ലെ? പ്രഗ്നൻസിക്ക് ശേഷം ആ വാൾസ് റിലാക്സേഷന് വേണ്ടിയിട്ട് ഇവർ സഹായിക്കുന്നുണ്ട്. ഈ റിലാക്സിനെ സെക്രീറ്റ് ചെയ്യുന്നത് ആരാ? നിങ്ങൾ റിലാക്സിൻ ഇൻഹിബിൻ ഒക്കെ കേട്ടിട്ടുണ്ടോ? പ്ലാസെന്റൽ ഹോർമോൺസ് നിങ്ങൾ റിലാക്സിൻ കേട്ടിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇൻഹിബിറ്റ് മെയിൻ ആയിട്ട് സെർട്ടോളി സെൽസ് ആണ് സെക്രീറ്റ് ചെയ്യുക. ഐ ഇൻഹിബിറ്റ് ദ FSH ഫ്രം ആന്റീരിയർ പിറ്റ്യൂട്ടറി. അങ്ങനെയാണ് നമ്മൾ അതിന്റെ ഫംഗ്ഷൻസ് പറയാ. നമുക്കിവിടെ റിലാക്സിൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവരെ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? അവരെ സെക്രീറ്റ് ചെയ്യുന്നത് നമ്മൾ കോർപ്പസ് ലൂട്ടിയം ആണ്. ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. റിലാക്സിൻ എന്ന് പറഞ്ഞ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയം ആണ്. കോർപ്പസ് ലൂട്ടിയം. ഓക്കെ. സോ നെക്സ്റ്റ് അഗെയിൻ അസേർഷൻ റീസൺ ആണ്. എൻഡോമെട്രിയം അണ്ടർഗോസ് സൈക്ലിക്കൽ ചേഞ്ചസ് ഡ്യൂറിംഗ് മെൻസ്ട്രുവൽ സൈക്കിൾ അല്ലെ. മെൻസ്ട്രുവൽ സൈക്കിൾ എൻഡോമെട്രിയൽ ലൈനിങ് ബ്രേക്ക് ചെയ്തിട്ടല്ലേ മെൻസ്ട്രുവേഷൻ നടക്കുന്നത്. കറക്റ്റ് ആണല്ലോ. യെസ്. അതിന് റീസൺ കൊടുത്തിരിക്കുന്നത് എന്താണ്? ദ മയോമെട്രിയം എക്സിബിറ്റ് സ്ട്രോങ് കോൺട്രാക്ഷൻ ഡ്യൂറിംഗ് ഡെലിവറി ഓഫ് ബേബി. അതാണോ അതിന്റെ റീസൺ? അത് തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ നമുക്കറിയാം പാർച്ചുലേഷൻ ഡെലിവറി ഓഫ് എ ബേബി അല്ലെ, അവിടെ സഹായിക്കുന്നത് നമുക്കറിയാം ഓക്സിറ്റോസിൻ ഹോർമോൺ ഒന്ന് ആക്ട് ചെയ്യുന്നുണ്ട്. ആ മിഡിൽ സ്മൂത്ത് മസിൽസ് ഉണ്ട്. ആ സ്മൂത്ത് മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്താണ് പുറത്തുള്ള സ്ഫിങ്ക്റ്റേഴ്സ് ഒക്കെ റിലാക്സ് ആവുന്നു, കുഞ്ഞുവാവ പുറത്തേക്ക് വരുന്നു. സോ മയോമെട്രിയം ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പക്ഷെ ഇവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണ്. പക്ഷേ റീസൺ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? ഒരിക്കലുമല്ല. കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ബോത്ത് അസേർഷൻ റീസൺ ട്രൂ ആണ്, ബട്ട് റീസൺ ഈസ് നോട്ട് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ. സോ ഓപ്ഷൻ 2 ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. സോ നമ്മൾ നോക്കിക്കേ, ഈ ചെറിയ സമയം കൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പഠിച്ച കോണ്ടന്റ് വെച്ചിട്ട് അത് വീണ്ടും റിവൈസ് ചെയ്യുക, അതിലുള്ള MCQs ചെയ്ത് പഠിക്കുക. അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ 4ഓളം ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞു പോയ ക്വസ്റ്റ്യൻസും അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ സീരീസുമായിട്ട് ഇന്നത്തെ ലൈവ് സെഷനിൽ ഇന്ന് കൃത്യം 7:30 ഞാനും അതുപോലെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ചാപ്റ്ററുമായിട്ട് നമ്മൾ അർജുൻ സാറും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അവിടേക്ക് എത്തിച്ചേരുക. ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊരു അറിവ് നിങ്ങൾക്ക് പകർന്നു തന്നതാണ്. നിങ്ങൾ ഈ അറിവ് നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങൾ ആ ലൈവിലേക്ക് എത്തിച്ചേരുക. നമുക്ക് അടിപൊളിയായിട്ട് അവിടെ പഠിച്ചെടുക്കാം. സോ ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി വിഷു.